ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ? അതിരപ്പള്ളി തന്നെ. മൺസൂൺ അല്ലേ, വെള്ളച്ചാട്ടമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു എന്നൊക്കെയാണ് കേട്ടത്. സോ വി ആർ ഗോയിങ് ടു അതിരപ്പള്ളി. പോകുന്ന വഴി അടിപൊളിയാണ് കാണാനായിട്ട്. എണ്ണപ്പനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സ്ഥലം മൊത്തം. പക്ഷെ എണ്ണക്കുരു ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. ആനേനെ കാണാൻ പറ്റില്ല, പക്ഷെ ആനപ്പിണ്ടം കണ്ടു. സോ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വെള്ളച്ചാട്ടം കാണണമല്ലോ, സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടു കൊടുക്കണമല്ലോ. അത് രാവിലെ തന്നെ ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, പക്ഷെ ചീറ്റിപ്പോയി. എന്ത് ചെയ്യാന്, ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരുവിധം ഒരു 8-9 മണിയായപ്പോൾ നമ്മൾ സ്ഥലത്തെത്താറായി. എന്നിട്ട് നമ്മൾ സ്ഥലത്തെത്തിയില്ല, എത്താറായതേ ഉള്ളൂന്നേ. അങ്ങനെ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ അടുത്തെത്തി. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴാണ് പോയിട്ടുള്ളത്. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 6-ലോ 7-ലോ അങ്ങനെ ഏതിലോ പഠിക്കുമ്പോൾ. അവിടെ അന്ന് അടിപൊളിയായിരുന്നു. ആർക്കാ വെള്ളത്തിലൊക്കെ കളിക്കുന്ന ഇഷ്ടമില്ലാത്ത? എനിക്ക് ഇഷ്ടമായിരുന്നു നീ. എനിക്ക് ഈ വണ്ടർല, സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ്, എനിക്ക് അവിടെയൊക്കെ വന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കോ ഗൈസ്? ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ബിലോ. സിൽവർ സ്റ്റോമിൻ്റെ മുന്നിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് വഴിയാണ്. വളവും തിരിവൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നോ ലെഫ്റ്റ് നോ റൈറ്റ്, നമുക്ക് നേരെയുള്ള റോട്ടിൽ കൂടെ അങ്ങോട്ട് പോവാം. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തി. ലാസ്റ്റ് അങ്ങനെ എത്തി. എവിടെ? സൂര്യൻ ഉച്ചയിലെത്താറായി ഇപ്പം എത്തി. അങ്ങനെ മൺസൂൺ ആയിട്ടിരിക്കുമ്പോൾ അതിരപ്പള്ളിക്ക് പോകാൻ തന്നെയാണോ ഗൈസ് നിങ്ങളും പ്ലാൻ ചെയ്തത്? എന്താ അറിയില്ല, എൻ്റെ തലയ്ക്കന്ന് അങ്ങനെയാണ് തോന്നിയത്. പിന്നെയല്ലേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് എല്ലാ മനുഷ്യർക്കും അത് തന്നെയാണ് തോന്നിയതെന്ന്. അങ്ങനെ ആ വിഷമം മാറ്റാനായിട്ട് കുരങ്ങിന് 2 എള്ളുണ്ടി കയറിന് കൊടുത്തിട്ട് നമ്മൾ താഴോട്ട് നടന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ഞാൻ കണ്ടു. റെയിൻബോ ഞാൻ കണ്ടു അവിടെ വാട്ടർഫോൾസിൻ്റെ സൈഡിലായിട്ട്. ഭയങ്കര വിസിബിലിറ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു അത് കാണാനായിട്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് അധികം നേരമൊന്നും ആ റെയിൻബോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഭാഗ്യം പോകുന്നതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ എടുത്തു. അതാണ് ഈ വീഡിയോ. കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. താഴെ നിന്നുള്ള വ്യൂ നമ്മൾ പിടിക്കണമല്ലോ. താഴെ ചെന്നപ്പോൾ റെയിൻബോയും ഇല്ല. അവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല, വെള്ളം മാത്രമേ ഉള്ളൂ ഗായ്സ്. നമുക്കൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റി, അത്രയും തിരക്കാണെങ്കിലും. ലാസ്റ്റ് നമ്മൾ തിരിച്ച് കയറി പോന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഫുള്ളായിട്ട് കുളിച്ചാണ് കയറി വന്നത്, വേർത്ത് കുളിച്ച്. പിന്നെ അവിടെയുള്ളൊരു കടയിൽ നിന്ന് ഇങ്ങനത്തെ ഈ തലയിൽ വെച്ചിരിക്കുന്ന ഒരു സാധനവും മേടിച്ച് അങ്ങനെ മനസ്സെ സന്തോഷിപ്പിച്ച് നമ്മൾ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്ലാൻ എ 3G ആയല്ലോ, അപ്പം ഇനി പ്ലാൻ ബി. എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഒരു പ്ലാൻ ബി വേണമല്ലോ. അങ്ങനെയാണല്ലോ ശാസ്ത്രമോ എന്താണെങ്കിലും വേണമല്ലോ. അതെ, നമ്മുടെ പ്ലാൻ ബി അതും ഒരു 3G പ്ലാൻ ആയിരുന്നു. പോണ പോക്ക് കണ്ടാൽ പറയൂ ഗായ്സ്, ഇതും 3G ആവാൻ വേണ്ടി പോകുന്നതാണെന്ന്. അതുപോലത്തെ നല്ലൊരു ബിൽഡപ്പിലായിരുന്നു ഞങ്ങൾ പോയത്. ഇനി ഹൗസ് നമ്മളങ്ങനെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലിലേക്ക് ചെന്നു. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 950-നും 55-നും ഇടയിലാണ്. സോ നമുക്ക് റൗണ്ട് ചെയ്ത് 1 കിലോമീറ്റർ ആക്കി എടുക്കാം. ഇത് പണി തുടങ്ങിയത് 2016-ലും ഇതിൻ്റെ പണി പൂർത്തിയായത് 2021-ലുമാണ്. അതിനുശേഷം എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് ഇവർ ഓപ്പൺ ആക്കി കൊടുത്തു. നമ്മൾ എപ്പോഴും പോകാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷെ പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് പണി കഴിഞ്ഞിട്ട് പോയിട്ടില്ല. കുറേ പേരുടെ റീലൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഒന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമ്മളും കുറേ പ്രാവശ്യം അതിന് ശേഷം പോയി. ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഇങ്ങേ വശത്ത് നമ്മൾ കയറി അങ്ങേ അറ്റത്ത് എത്തുമല്ലോ, അപ്പം ശരിക്കും താജ്മഹലിൽ പോയൊരു ഫീലാണ് എനിക്ക്. കാരണം താജ്മഹലാണല്ലോ ഒരു വൈറ്റ് ലൈറ്റ് മറികടന്ന മറ്റേ താജ്മഹൽ കാണുമ്പോൾ ഒരു ഫീലാണ് എനിക്കിത്. ഒരു വൈറ്റ് ലൈറ്റ് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രീനറി ഫീൽ. ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് സോ ഗുഡ് ടു സീ. അടിപൊളിയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ മലമ്പുഴയിലെത്തി. പട പേടിച്ച് പന്തളത്ത് നിന്നിപ്പോൾ പന്തംകുളത്തി പെടാന്ന് പറഞ്ഞ പോലെ. അവിടെയാണെങ്കിലോ സൂചി കുത്താൻ സ്ഥലമില്ല. എനിക്ക് ആ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ ഒന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു, അതും നടന്നില്ല. ഭയങ്കരം തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരം തിരക്ക്. പിന്നെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ ആ ഡാമിൻ്റെ മേലെ കയറി. അവിടെ കയറിയപ്പോഴാണല്ലോ ഡാമിൽ വെള്ളവും ഇല്ല. വെള്ളം ഉണ്ട്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്ര വെള്ളം ഇല്ല. പിന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല. ഭംഗിയുണ്ട്, പക്ഷെ ഇടുക്കിയാണ് കൂടുതൽ സുന്ദരി, മിടുക്കി. അങ്ങനെ നമ്മൾ വ്യൂ എല്ലാം കണ്ടു, ഒരു സൺസെറ്റ് കണ്ടു. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി.
ഞാൻ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എനിക്കിപ്പോഴും അറിയത്തില്ല, പക്ഷെ മറന്നുപോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അവിടെ. നല്ല കാറ്റും, നല്ല കാറ്റല്ല പക്ഷെ അത്യാവശ്യം കാറ്റും, ഒരു ഈവനിങ് വാസ് സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് പിന്നെ നമ്മളവിടെ നിന്നു, കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. ആൻഡ് ഫോട്ടോ വാസ് വെരി ഗുഡ്. പിന്നെ കുറച്ച് മൊണാലിസ സ്റ്റൈലിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ടൈറ്റാനിക്കിൽ റോസിനെ പോലെ കുറേ ഫോട്ടോ എടുത്തു. നമ്മൾ പിന്നെ റോപ്പിൽ കയറി. റോപ്പിൽ ഒട്ടും സേഫ്റ്റി ഇല്ല കേട്ടോ, ഭയങ്കര സേഫ്റ്റി കുറവ്. നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം കയറാനായിട്ട്. പിന്നെ ഈ സാധനം 2 പ്രാവശ്യം നിന്നുപോയി. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി, ദൈവമേ ഇത് പൊട്ടുമോ എന്നൊക്കെ. വെള്ളത്തിന് മുകളിൽ എത്തിയപ്പോൾ ഒരു സമാധാനവും, ഇനി വെള്ളത്തിലേക്ക് ചാടുള്ളൂ, ഒന്നും പറ്റത്തില്ല, നീന്താൻ അറിയാവുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 2 പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പട്ടണത്തിലേക്ക് ടൂർ വന്ന 2 ഗ്രാമീണ കുട്ടികൾ. അങ്ങനെ നമ്മൾ റോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഗാർഡനിലൊക്കെ ഒന്ന് നടന്നു. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആകെ ടയേർഡായി, കംപ്ലീറ്റ് ടയേർഡായി. പിന്നെ ഞാൻ ഇട്ടിട്ട് പോയ ബൂട്ട്സ് പണി തന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു ഗൈസ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.